ഗൈസ് അങ്ങനെ പ്ലേ ഓഫ് റേസിൽ ഇനി രണ്ട് ടീമുകൾ മാത്രം. ഇന്ന് നടന്ന ചെന്നൈയിൻ എഫ് സിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം വളരെ ക്രൂഷ്യലായിട്ടുള്ള മത്സരമായിരുന്നു. വിജയിക്കുന്ന ടീമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്ന മത്സരമായിരുന്നു. ഏതായാലും മത്സരത്തിൽ ചെന്നൈയിൻ എഫ് സി 2-1 വിജയിക്കുന്നു. ഇതോടുകൂടി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് പ്ലേ ഓഫ് കളിക്കില്ല എന്നുള്ള കാര്യത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനി ആ രണ്ട് ടീമുകൾ എന്ന് പറയുന്നത് ചെന്നൈയിൻ എഫ് സിയും അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാളും. ഈ രണ്ട് ടീമുകൾക്ക് മാത്രമാണ് സാധ്യത നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എല്ലാം നമുക്ക് ആ കാര്യങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഒരു മത്സരത്തിലേക്ക് വരാം. ഈ ഒരു മത്സരത്തെ സംബന്ധിച്ചെടുത്ത് നോക്കുകയാണെങ്കിൽ വളരെ ഒരു ഇൻറ്റൻസ് ഉള്ളൊരു മത്സരം തന്നെയായിരുന്നു. നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ആ ഒരു എന്താ പറയുക, ഒരു നോക്കൗട്ട് ഫേസിൽ ഉള്ളൊരു സമീപനം പോലെയൊക്കെയാണ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ രണ്ട് ടീമുകളുടെ ഭാഗത്ത് നോക്കിയാലും കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യൻ പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് വളരെ ക്രൂഷ്യലായിരുന്നു. അവരാണ് 3 ഗോളുകളും മത്സരത്തിൽ അടിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. ആദ്യം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടിയിട്ട് ജിതിൻ എം എസ്, അത് പാർദിബിൻ്റെ ഒരു റൺ, ഒന്നാന്തരം ഒരു ബോൾ കൊടുത്തു. ജിതിൻ എം എസ് കിഡിലൻ ഫിനിഷ് നടത്തി 1-0. അങ്ങനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഞാൻ വിചാരിച്ചു വിജയിച്ചു, അവർ ആ ഒരു സാധ്യത, പ്ലേ ഓഫ് സാധ്യത നിലനിർത്തി പോകും എന്നുള്ള നിലയ്ക്കൊക്കെ ഇരുന്ന സമയത്താണ് ആകാശ് വങ്കാൻ്റെ ഒരു എന്താ പറയുക, ഒരു കിഡിലൻ ഗോൾ, അത് കോർണർ ഗോൾ ഡയറക്റ്റ് അദ്ദേഹം നേടിയെടുക്കുന്നു എന്നുള്ളതാണ്. ഒരു ബനാന കിക്ക് എന്നൊക്കെ നമുക്ക് പറയാം. അത് പണ്ട് റാഫേൽ കവേറോ അടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്രൂണോ പെല്ലിസാരി, ഇങ്ങനെ ചെന്നൈൻ്റെ താരങ്ങളൊക്കെ തന്നെ നമ്മൾ ISL അടിക്കുന്നത് കണ്ടിട്ടുള്ളതാണ്. സോ ആ ഒരു ടൈപ്പ് ഓഫ് ഗോൾ 1-1 എന്ന നിലയിലേക്ക് കളി പോകുമ്പോൾ ഈ പറഞ്ഞതുപോലെ ചെന്നൈക്ക് ഒരു എക്സ്ട്രാ എനർജി കിട്ടിയതുപോലെയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ആണ് അടുത്തൊരു ചാൻസ്, അത് റഹീം അലിയുടെ ഒരു അസിസ്റ്റിലാണ് അങ്കിത് മുഖർജി എന്ന് പറയുന്ന റൈറ്റ് ബാക്ക് താരം, ചെന്നൈൻ്റെ റൈറ്റ് ബാക്ക് താരം ഗോൾ അടിക്കുന്നത്. 2 വിങ് ബാക്കുകളാണ് ചെന്നൈയിന് വേണ്ടി സ്കോർ ചെയ്ത് അവരെ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഈ ഓവൻ കോയിൽ എന്ന് പറയുന്ന ഒരു കോച്ച്, അദ്ദേഹം പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നോക്കൗട്ട് ഫേസിൽ ഇങ്ങനത്തെ മാച്ചസിൽ ഒക്കെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നൊരു കോച്ചാണ്. അത് തന്നെയാണ് നമുക്ക് ഇന്നിവിടെ കാണാൻ സാധിച്ചത്. അതുപോലെ തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ രണ്ട് ടീമുകളുടെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ എനർജി കണ്ടിട്ട് കൊതിയായി. ഇപ്പം ജിതിൻ എം എസിൻ്റെ ആണെങ്കിലും പാർദിബിൻ്റെ ആണെങ്കിലും അതർ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ അങ്കിത് മുഖർജി, ആകാശ് അങ്വാൻ, അതുപോലെ ഇർഫാൻ അദ്വാദ്, ഇവൻ റഹീം അലി കൂടിയാണെങ്കിൽ അദ്ദേഹം ആ സ്കോറിങ്ങിലേക്ക് എത്തുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹം ഇടുന്ന ആ ഒരു ടീമിൽ കൊടുക്കുന്ന ഇതും അല്ലെങ്കിൽ ആ ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണ്. അദ്ദേഹം ആ ഒരു ഫിസിക് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അങ്കിത് മുഖർജിക്ക് കൊടുത്തത് ഒന്നാന്തരമായിട്ട് അത് ഫിനിഷ് ചെയ്തു. പിന്നെ ഈ ഒരു മത്സരത്തിലൊരു ക്രോസ് ബാർ ചലഞ്ച് പോലെ കുറേ ക്രോസ് ബാർസ് ഇടിച്ചു പോയിട്ടുള്ളൊരു സിറ്റുവേഷൻസും ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. സോ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എലിമിനേറ്റഡ്, ഇറ്റ്സ് കൺഫേംഡ്. ഇനിയിപ്പോൾ രണ്ട് ടീമുകൾക്ക് ഈ പറഞ്ഞതുപോലെ ചെന്നൈയിനും ഈസ്റ്റ് ബംഗാളിനുമാണ് സാധ്യത നിലനിൽക്കുന്നത് എന്നുള്ളതാണ്. അതിലിപ്പം പറഞ്ഞ 27 പോയിന്റുകൾ ചെന്നൈയിനായി കഴിഞ്ഞു, 24 പോയിൻ്റാണ് ഈസ്റ്റ് ബംഗാളിനുള്ളത്. സോ ഈസ്റ്റ് ബംഗാൾ അടുത്ത മത്സരം വിജയിച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ബംഗാളിന് കയറാം. പക്ഷേ അടുത്ത മത്സരത്തിൽ ചെന്നൈയിൻ തോൽക്കണം എന്നുള്ള സാഹചര്യമാണുള്ളത്. കാരണം രണ്ട് ടീമുകൾക്ക് 27 പോയിന്റ് ആയിക്കഴിഞ്ഞാൽ ആനുകൂല്യം വരുന്നത് ഈസ്റ്റ് ബംഗാളിനാണ്. കാരണം ഹെഡ് ടു ഹെഡിൽ ഒരു മത്സരം ഡ്രോയും ഒരു മത്സരം ഈസ്റ്റ് ബംഗാൾ ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ആനുകൂല്യം ഈസ്റ്റ് ബംഗാളിന് കിട്ടും. പക്ഷേ കറൻ്റ്ലി ഒരു പെർഫോമൻസ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പറയും ചെന്നൈയിൻ എഫ് സി ആണ് ഡിസേർവിങ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ആ ലെവലിലുള്ള പെർഫോമൻസ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ പോകുന്നു. ഇപ്പം അടുത്ത മാച്ച് ഈസ്റ്റ് ബംഗാളിന് നാളെ പഞ്ചാബിനെതിരെയാണ്. അത് എന്താ പറയുക, പഞ്ചാബ് ഓൾറെഡി എലിമിനേറ്റ് ആയിട്ടുള്ളൊരു ടീമാണത്. ഏത് തരത്തിലുള്ള സമീപനമൊക്കെയാണ് എന്നുള്ളത് നോക്കിക്കാണണം. പിന്നെ ചെന്നൈയിൻ എഫ് സിക്കെതിരെ ചെന്നൈയിൻ എഫ് സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ടോപ്പിലുള്ള ടീം ഐ തിങ്ക് എനിക്ക് നോക്കണം കേട്ടോ, ഗോവ ഓർ FC ഗോവ, ഇതിലേതോ ടീമുമായിട്ടാണ് കളിക്കേണ്ടത്. സോ അതൊരു ടഫ് മാച്ച് തന്നെ ആയിരിക്കും. ഈവൻ ഇപ്പം ഈസ്റ്റ് ബംഗാൾ ഈ നാളത്തെ മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ ചെന്നൈയിന് ഒരു ഡ്രോ എങ്കിലും നേടണം എന്നുള്ളൊരു ഫാക്ടർ കൂടിയുണ്ട്. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ജയിപ്പിച്ച് പ്ലേ ഓഫ് സാധ്യതകൾ കൊടുത്തിട്ടും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. ഏതായാലും ബ്ലാസ്റ്റേഴ്സ് കൊടുത്തിട്ടുള്ള ഒരു പോയിന്റ് വെറുതെ ആയി പോയി എന്നും വേണമെങ്കിൽ നമുക്ക് പറയാം.